എഫീസസ് ക്രൈസ്തവ നാഗരികതയുടെ കളിത്തൊട്ടിലായിരുന്ന തുർക്കിഷ് നഗരം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ നഗരമായ ഇന്നത്തെ ഇസ്മിർ എന്ന പഴയ സ്മിർണയിൽ നിന്നും 80 കിലോമീറ്ററാണ് ആഗോള പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ നഗരത്തിലേക്കുള്ള ദൂരം. പുരാതന മെഡിറ്ററേനിയൻ നഗരങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ നിന്ന എഫീസസ് ഗ്രീക്ക് സംസ്കാരം ലോകത്ത് അവശേഷിപ്പിച്ച അപൂർവ സുന്ദരമായ മാതൃകകളിലൊന്നാണ്. ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം കൂടിയാണിത്. അക്കൂട്ടത്തിൽ മലയാളക്കരയിലെ ക്രിസ്തുമത വിശ്വാസികൾക്കുമുണ്ട് ഈ നഗരവുമായി അവർ പോലും അറിയാത്ത ഒരു പൊക്കിൾക്കൊടി ബന്ധം. നൂറ്റാണ്ടുകൾ മുമ്പേ നടന്ന ക്രിസ്തുമതത്തിലെ ഒരു ആശയ സംഘർഷവുമായാണ് അതിന് ബന്ധം. കേരളത്തിൽ ക്രിസ്തീയ സഭകൾ രൂപം കൊള്ളുന്നതിന്റെ ചരിത്രവുമായാണ് എഫീസസ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമനുസരിച്ച് AD 431 എക്യൂമെനിക്കൽ കോൺഫറൻസ് ഈ എഫീസസിലാണ് നടന്നത്. അപ്പൊ ക്രിസ്തീയ സഭകൾക്കകത്ത് യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും യേശുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും ഒരു തർക്കം രൂപം കൊള്ളുന്നത് ഇവിടെ വെച്ചാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാർട്ടിയാർക്കായിരുന്ന നെസ്റ്റോറിയസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ബിഷപ്പുമാരാണ് മേരിയെ ദൈവത്തെ വഹിച്ചവൾ എന്ന നിലയിൽ കാണാൻ കഴിയില്ല, മറിച്ച് യേശുവിനെ വഹിച്ചവൾ എന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി എന്നൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ സിറിൽ എന്ന് പറയുന്ന മറ്റൊരു പാട്രിയാർക്കിന്റെ നേതൃത്വത്തിലുള്ള ബിഷപ്പുമാര് തള്ളിപ്പറയുക ചെയ്തത്. അപ്പൊ സിറിലിന്റെ നേതൃത്വത്തിലുള്ള ആ സഭ വിട്ടുപോവുകയും നെസ്റ്റോറിയസിനെ പിന്തുണക്കുന്ന ഒരു ഓർത്തഡോക്സ് സഭ രൂപം കൊള്ളുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ആദ്യകാല ക്രിസ്ത്യാനികളൊക്കെ ഈ ഒരു വാദത്തെ പിന്തുണച്ചവരായി. ഇത് പിന്നീട് ഇറാൻ കേന്ദ്രീകരിച്ച് ചർച്ച് ഓഫ് അസീറിയ എന്ന അർത്ഥത്തിൽ CSI യിലോളം പിൽക്കാലത്ത് എത്തിപ്പെട്ട കേരളത്തിലെ ആ തൃശ്ശൂർ കേന്ദ്രീകരിച്ച സഭയുടെ വഴി തുറന്ന ഒരു നീക്കം ഒരു പക്ഷേ ഈ എഫീസസിൽ നിന്നാണ് ആരംഭിക്കുന്നത്.